പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം മറുപടി നൽകിയതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. ഭീകരാക്രമണത്തിന് രാജ്യം മറുപടി നൽകുമെന്നറിയാമായിരുന്നു. അത് എപ്പോഴാണെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത്. അച്ഛന്റെ വിയോഗം ഏറ്റവും വലിയ ദുഃഖമാണെങ്കിലും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഭീകരവാദികളെ തുടച്ചു നീക്കുമ്പോൾ സുരക്ഷിതത്വമാണ് തോന്നുന്നതെന്നും ആരതി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം തിരിച്ചടി നൽകുമ്പോൾ ഭീകരർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് കൊച്ചിയിലുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രൻ, ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതിയാണ് എനിക്കൊപ്പം ഉള്ളത്. ആരതി, ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ വധിച്ചു എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെയധികം പ്രൗഡ് ഫീലിംഗ് ആണുള്ളത്. ലൈക്ക് ജസ്റ്റിസ് കിട്ടി, ക്ലോഷർ കിട്ടി. അതിലുള്ള ടെററിസ്റ്റിനെ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അവരെ ആ ക്യാമ്പ്സിനെയാണ് ഇപ്പോൾ ഇവിടെ വന്നവരെയും കൂടി ഇല്ലാതാക്കി എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷവും വളരെയധികവും പ്രൗഡായിട്ട് ഫീൽ ചെയ്യണു. ലൈക്ക് ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഡിറ്റർമിനേഷനും ആൻഡ് unwavering commitment of the central government since that attack April 22 തുടങ്ങി ഗവൺമെൻറ് ഇതിനു വേണ്ടി ലെഡ് ബൈ ശ്രീ നരേന്ദ്ര മോദിജി, അമിത് ഷാജി, ഡിഫൻസ് മിനിസ്റ്റർ ആൻഡ് ഓൾ ദ അതർ ഡെലിഗേറ്റ്സ് വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. 3 മാസം കടന്നിട്ടും ആ ഒരു പ്രയത്നം നിന്നില്ല. അതിന് ഫലം കണ്ടു. അതിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു ഭാരതീയ എന്നുള്ള നിലയിൽ ലൈക്ക് നമ്മൾ വേൾഡിനെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ എന്താന്ന്. ലൈക്ക് സീറോ ടോളറൻസ് ടു ടെററിസം ആൻഡ് ദിസ് ഇസ് ഇന്ത്യ. ആരതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷി കൂടിയാണ് ആരതി. ആ ഒരു സന്ദർഭം കടന്നു പോകുന്ന ആളാണ്. അച്ഛൻ്റെ മരണമൊക്കെ മുന്നിൽ കണ്ട ആളാണ്. എന്താണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരാളെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആരതിക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഞാൻ സാക്ഷിയാണ്. ഇപ്പോൾ ഇവരെ പിടിക്കണം, നമുക്ക് നീതി എന്നുള്ളതിനേക്കാളും ഇവർ വളരരുത്, ഇന്ത്യയിൽ അവർ നിൽക്കരുത്. ഇത് ഒരു ത്രെറ്റ് പോലെ ഇന്ത്യക്കാർക്കെതിരെ ഇവർ നമ്മുടെ മണ്ണിൽ നിൽക്കരുതെന്നായിരുന്നു. എനിക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രം നീതി എന്നുള്ളതിനേക്കാളും നമ്മളെല്ലാവർക്കും സേഫും നമ്മളെല്ലാവരെയും നമ്മൾ എന്താ പറയുക, നമുക്കൊരു സുരക്ഷിതത്വം വേണ്ടേ. അപ്പോൾ അത് കിട്ടും എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഇവർ പിടിക്കാതിരുന്നു കഴിഞ്ഞാലും അതൊരു ത്രെറ്റാണ്. അപ്പോൾ പിടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനായാലും അതർ വിക്ടിംസ് ആയാലും ഹെൽപ്പ് ചെയ്യണ്ടല്ലോ നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ. അപ്പോൾ അവർ കണ്ടിന്യൂസ് ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അത് നടക്കും എന്നറിയായിരുന്നു. അപ്പോൾ അത് നടന്നതിൽ വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ ഈ ഒരു 3 മാസം കടന്നുപോയി. അപ്പം ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്നോ? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഇത് ഞാൻ എനിക്കുള്ള ഇൻഫർമേഷൻസ് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ആരതിയും കുടുംബവും വിശ്വസിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, കൊച്ചി.